വളരെയധികം വോളറ്റിലിറ്റി നിറഞ്ഞ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 0.89% ഉയർന്ന് 24,768 ക്ലോസിംഗ് നൽകി. തുടക്കത്തിൽ മാർക്കറ്റ് 1.5% ഇടിഞ്ഞെങ്കിലും പിന്നീട് ശക്തമായ റിക്കവറി ഇൻഡെക്സിൽ വരികയായിരുന്നു. ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ ഭാരതി എയർടെൽ, ICICI ബാങ്ക്, HDFC ബാങ്ക്, ITC, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളിലും ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. ഇന്ന് മാർക്കറ്റിൽ ഒരു റിക്കവറി വന്നതിന് പിന്നിലെ പ്രധാന കാരണം ഇൻഫ്ലേഷൻ കൺട്രോൾ ആയതും റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡേറ്റയുടെ ഇമ്പാക്റ്റുമാണ്. ഒക്ടോബർ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇൻഫ്ലേഷൻ 6.21% നിന്നും നവംബർ മാസത്തിൽ 5.48% എത്തി. ഇൻഫ്ലേഷൻ കഴിഞ്ഞ 3 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായിട്ടാണ് നവംബർ മാസത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഗ്രാജ്വലി ഫുഡ് ഇൻഫ്ലേഷൻ കൺട്രോളിലായത് FMCG സെക്ടറിലെ സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ FMCG സെക്ടറിലെ കമ്പനികൾക്ക് അനുകൂലമായൊരു അപ്ഡേറ്റായി മാറുകയും ചെയ്തു. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് മാർക്കറ്റിൽ ഒരു സ്ട്രോങ് പോസിറ്റീവ് ട്രെൻഡ് കാണാൻ സാധിച്ചത്. 24,700 മുകളിൽ മാർക്കറ്റ് ക്ലോസിംഗ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ ഇൻഡെക്സ് 25,000, 25,200 തുടങ്ങിയ ലെവലുകളിലേക്ക് നീങ്ങിയേക്കാം. 24,550 മാർക്കറ്റിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. വരും ട്രേഡിംഗ് സെഷനിലും നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തെ സ്റ്റോക്ക് കെസോൾവ് ഇന്ത്യ ലിമിറ്റഡ്. കെസോൾവ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 2% ഉയർന്ന് 1,033 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 1,200 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 33, ഡിവിഡൻഡ് ഈൽഡ് 2.76%. 52 വീക്ക് ഹൈ 1,467, 52 വീക്ക് ലോ 940. 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്ക് കൂടിയാണ്. കൂടാതെ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 7% റിട്ടേൺ നൽകി. 6 മാസം കൊണ്ട് കെസോൾവ് 10% നെഗറ്റീവ് റിട്ടേണാണ് നൽകിയത്. കെസോൾസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സോഫ്റ്റ്വെയർ കമ്പനിയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, ഡിസംബർ 20 കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച IT സെക്ടറിലെ ഒരു സ്റ്റോക്കാണ്. കമ്പനിയുടെ റവന്യൂ 34% വർദ്ധിച്ച് 25 കോടിയിൽ നിന്ന് 34 കോടിയായി ഉയരുകയും നെറ്റ് പ്രോഫിറ്റ് 11% വർദ്ധിച്ച് 8.26 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു. കെസോൾസിന് അനലിസ്റ്റുകൾ 1,208 രൂപയുടെ ടാർഗറ്റാണ് നൽകുന്നത്. സ്റ്റോക്ക് കറക്ഷന് ശേഷം 950 സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുകയും അവിടെ നിന്ന് റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ളൊരു ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്ത് 1000 മുകളിൽ സ്റ്റോക്ക് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇവിടെ 980, 1000 തുടങ്ങിയ സ്റ്റോക്കുകൾ, 1000 തുടങ്ങിയ സോണുകൾ സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. 1,050 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 1,200 എന്ന ലെവൽ വരെ സ്റ്റോക്ക് ഉയർന്നേക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 2.3% ഇടിഞ്ഞ് 4,842 അടുത്ത് ക്ലോസിംഗ് നൽകി. 97,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 37. 52 വീക്ക് ഹൈ 5,860, 52 വീക്ക് ലോ 1,795. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 4% ഇടിഞ്ഞു. GRS എന്ന സ്റ്റോക്കിലും ഇൻട്രാഡേയിൽ 4% ഇടിവ് വന്നു. ഇടിവ് വന്നതിന് പിന്നിലെ പ്രധാന കാരണം $6 ബില്യൺ മുടക്കി ഇന്ത്യ നിർമ്മിക്കുന്ന സബ്മറൈനിൻ്റെ ടെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് ചില പ്രൊസീജിയറൽ കമ്പനി ലാബ്സ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ പ്രോപ്പർ പ്രൊസീജിയർ ഫോളോ ചെയ്ത് ടെസ്റ്റിംഗ് ചെയ്യാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ കോൺട്രാക്ടർ കംപ്ലയിൻറ്റ് മസഗോൺ ഡോക്ക് എന്ന കമ്പനിക്കെതിരെ വന്നു കഴിഞ്ഞു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചത്. അതേസമയം ഇന്ത്യയിൽ സബ്മറൈൻ നിർമ്മിക്കാൻ കേപ്പബിലിറ്റിയുള്ള ഒരു പ്രധാന കമ്പനിയാണ് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ എന്ന കമ്പനിക്ക് തുടർച്ചയായ ഓർഡറുകൾ ലഭിക്കുന്നുമുണ്ട്. മസഗോൺ ഡോക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 132% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 75% വർദ്ധിച്ച് 585 കോടിയായി മാറുകയും കമ്പനിയുടെ റവന്യൂ 1,827 കോടിയിൽ നിന്നും 2,756 കോടിയായി ഉയരുകയും ചെയ്തു. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും 80 കോടിയിൽ നിന്നും 97 കോടിയിലേക്കും റവന്യൂ 969 കോടിയിൽ നിന്നും 1,227 കോടിയിലേക്കും ഉയർന്നിരുന്നു. മസഗോൺ ഡോക്ക് എന്ന സ്റ്റോക്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്നു. അതിനുശേഷം റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വരികയാണ്. 4,500 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടായി പ്രവർത്തിക്കും. 5,000 എന്ന ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈ ലെവലിലേക്ക് ഉയരാനുള്ള സാധ്യതയുമുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.